ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് നടക്കാവിൽ നിന്നും വയനാട് പടിഞ്ഞാറത്ര സ്വദേശിയായിട്ടുള്ള റഹീസിനെ ഒരു സംഘം ആളുകൾ ഇന്നോവ കാറിലെത്തി തട്ടിക്കൊണ്ടുപോയത്. കാറിലുണ്ടായിരുന്നത് 4 പേരാണ്. ഈ 4 പേരിൽ നിന്ന് ഒരു യുവതി പുറത്തിറങ്ങി റഹീസിനെ ഫോണിൽ വിളിച്ചു. റഹീസിനെ ഫോണിൽ വിളിച്ച ശേഷം റഹീസ് പുറത്തിറങ്ങി വരികയും റഹീസിനെ ഇന്നോവ കാറിൽ കയറ്റി കക്കാടംപൊയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. തട്ടിക്കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. കക്കാടംപൊയിൽ രഹസ്യ കേന്ദ്രത്തിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. പിന്നാലെ തന്നെ മലപ്പുറത്തു നിന്നുള്ള പോലീസ്, അരീക്കോട് മലപ്പുറത്തു നിന്നുള്ള മറ്റു പോലീസും ഒക്കെ ചേർന്ന് കക്കാടംപൊയിൽ എത്തുകയും ഇവരുടെ മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം നടക്കാവിൽ നിന്നുള്ള പോലീസ് സംഘവും കക്കാടംപൊയിലെത്തി ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് പിടികൂടുകയാണ് ചെയ്തത്. ഇതിൽ ഈ യുവതി എന്ന് പറയുന്നത് റഹീസിന്റെ പെൺ സുഹൃത്താണ്. തട്ടിക്കൊണ്ടുപോയ സംഘം എന്ന് പറയുന്നത് റഹീസിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള സിനാന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ്. ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക തർക്കമാണ് എന്നാണ് പോലീസ് പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. റഹീസ് ഈ സിനാന് പണം നൽകാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ പെൺ സുഹൃത്തിനും പണം നൽകാനുണ്ടായിരുന്നു. അങ്ങനെ ഈ പെൺ സുഹൃത്തിനെ ഉപയോഗിച്ച് റഹീസിനെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു സിനാന്റെ നേതൃത്വത്തിലുള്ള ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘം ചെയ്തത്. അങ്ങനെ ഇപ്പോൾ മുഴുവൻ പേരെയും, ഈ 4 അംഗ സംഘത്തിനൊപ്പം തന്നെ ഇവരെ സഹായിച്ച വേറെ 4 പേർ കൂടെയുണ്ട്. അങ്ങനെ 8 പേരെയാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പിന്നിൽ ഈ പ്രണയം നടിച്ച് പെൺസുഹൃത്തുമായിട്ട് സോഷ്യൽ മീഡിയ വഴിയാണ് റഹീസ് ബന്ധം സ്ഥാപിക്കുന്നത്. അതുവഴിയാണ് ഇവരിൽ നിന്ന് പണം വാങ്ങിയത് എന്നുമൊക്കെ ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്താണ് ഇതിന് പിന്നിലെന്ന കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.